ഇപ്പോൾ KS അരുൺകുമാർ കൂടി CPM നേതാവ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവ് ജീവിതം തുടരുകയുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു MLA അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. കാരണം കേരള പോലീസിന്റെ കഴിവ് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ കോടതിയുടെ അറസ്റ്റ് തടയൽ ഉത്തരവ് വരെ ഇത്രയും കാലം നീണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്? അരുൺ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ അദ്ദേഹം ഉണ്ട് എന്ന രൂപത്തിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും ഇന്നലെ മുഖ്യമന്ത്രി അടക്കം പോലീസ് എഫക്റ്റീവായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇതിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ വരിക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രൊസീഡിങ്സ് തന്നെയാണ്. ഒരു മിനിറ്റ് പോലും ഈ കേസിൽ വാദം കേട്ടിട്ടില്ല. സാധാരണ ഒരു കേസ് അഡ്മിഷന് വരുമ്പോ അത് മുൻകൂർ ജാമ്യമാണ്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ മുൻകൂർ ജാമ്യം ഇൻപ്രൊസസ് ആവും, കാലഹരണപ്പെട്ടു പോകും, പിന്നെ റെഗുലർ ബെയിലായിട്ട് പോകും. അതുകൊണ്ട് ഈ കോടതിയുടെ പരിഗണനയിൽ കേസ് ഡയറി അടക്കം ആവശ്യപ്പെട്ട്, പ്രോസിക്യൂഷൻ റിപ്പോർട്ട് അടക്കം ആവശ്യപ്പെട്ട ഈ ഒരാഴ്ച കാലയളവിൽ നോട്ട് ടു അറസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും പല കേസുകളിലും കൊടുക്കുന്നതാണ്. 1% പോലും ആ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടുള്ള ഉത്തരവല്ല. ഒരു മിനിറ്റ് പോലും ഈ കേസ് ഹൈക്കോടതി വാദവും കേട്ടിട്ടില്ല. കേസ് ഡയറി വരാനും ഞാൻ അല്പസമയം കൂടി ഒന്ന് തുടരണം. അഡ്വക്കേറ്റ് S. രാജീവ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ S. രാജീവ്, എന്ത് വാദമാണ് ഇന്ന് കോടതി അംഗീകരിച്ചത്? ശ്രീ S. രാജീവ്. ഓക്കെ, രാജീവ് ലൈനിലില്ല എന്ന് മനസ്സിലാക്കുന്നു. ശ്രീ അരുൺകുമാർ, താങ്കൾ പറഞ്ഞ കാര്യം കൃത്യമാണ്. അതായത് കേസിന്റെ മെറിറ്റ് പരിശോധിച്ചൊന്നുമല്ല ഈ ഇന്ന് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി. തൽക്കാലം മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് തടയുക എന്നുള്ള സാങ്കേതികത്വം മാത്രമുള്ളൂ. അത് ഞാൻ അംഗീകരിക്കുന്നു, അതിലൊന്നും വിഷയമല്ല. ഞാൻ ചോദിക്കുന്നത് ഈ കോടതി നടപടികൾ ഒരു ഭാഗത്ത് നടക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടയപ്പെടാൻ, അദ്ദേഹം പിടിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തും. അതിലൊരു തർക്കവുമില്ല. അദ്ദേഹം ഒരു പ്രതിയാണല്ലോ, അദ്ദേഹം ഇത്തരമൊരു കേസിൽപ്പെട്ട പ്രതിയാണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് പോലീസിന്റെ കാര്യമാണ്. പോലീസിന് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ സാധിക്കാത്തത്? കുറച്ചുകൂടി കാര്യക്ഷമമാകണ്ടേ ഈ അന്വേഷണവും തെരച്ചിലുമൊക്കെ? APCC പ്രസിഡന്റിനെ വിളിച്ച് ചോദിച്ചിട്ട് കോൺഗ്രസിൽ നിന്ന് ഇപ്പൊ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഡിസ്മിസ് ചെയ്യുകയും ചെയ്തിരുന്നാലും MLA എന്ന രൂപത്തിൽ അദ്ദേഹത്തോട് സറണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ കീഴടങ്ങാനോ ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പിടിച്ചില്ല എന്ന് വെച്ചാൽ പോലീസിന് കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ തന്നെ വളരെ സുരക്ഷിതനായിട്ട് അദ്ദേഹം മുങ്ങി നടക്കുന്നു എന്നതിലാണ്. അത് പോലീസ് എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള സംവിധാനം അവർ നന്നായി തന്നെ വല വീശിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി അടക്കം ഇന്നലെ ആഭ്യന്തരമന്ത്രി കൃത്യമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതിന്റെ സയന്റിഫിക് തെളിവുകൾ, അതുപോലെ ഫോറൻസിക് പരിശോധന, മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിൽ ഒരു തരത്തിലുള്ള കുറവും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് സെഷൻസ് കോടതിയും കണ്ടിട്ടില്ല. ഇപ്പൊ ഹൈക്കോടതിയുടെ മുന്നിൽ ഈ CD അടക്കം പരിശോധിക്കുകയാണല്ലോ. അന്വേഷണം നടക്കട്ടെ, പ്രതി എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കും. അത്രയാണ് അത് പറയാനുള്ളത്. അല്പം മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞത് ഇത്തരം കേസുകളിൽ മുൻകൂർ ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെയൊക്കെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് പ്രതിക്ക് അദ്ദേഹത്തിന്റെ ഭാഗം കൃത്യമായി വാദിക്കാനുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. അത്തരം നിലയിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ പോകാം. എന്നാൽ ഈ പ്രതിക്ക് സാക്ഷികളെ സ്വാധീനിക്കാനും അതുപോലെ തന്നെ കേസിൽ കൃത്രിമം നടത്താനുമൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ കോടതി മുൻകൂർ ജാമ്യം നൽകാതിരിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രോസിക്യൂഷൻ കുറച്ചുകൂടി ശക്തമായ വാദം ഇക്കാര്യത്തിൽ ഉന്നയിക്കേണ്ടി വരില്ലേ? ഈ ബെയിലിന്റെ തന്നെ തിയറി, ബെയിൽ ഈസ് ദ റൈറ്റ് ആൻഡ് ജയിൽ ഈസ് ആൻ എക്സംഷൻ എന്നതാണ് പൊതു തിയറി. സാധാരണ കേസുകളിലെല്ലാം മുൻകൂർ ജാമ്യം കൊടുക്കാവുന്ന കേസുകളാണെങ്കിൽ കോടതി കൊടുക്കും. അതിൽ നോക്കുന്ന ഒരു പരിഗണനാ വിഷയം, ഈ കേസിലെ പ്രതിക്ക് മുൻകൂർ ജാമ്യം കൊടുത്താൽ സാക്ഷികൾക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ, അതിജീവിതയ്ക്കും ഇതിന്റെ ഡിഫാക്ടോ കംപ്ലൈനന്റ് വിക്ടിമിന് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയുണ്ടോ, ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ, ഇത്തരം കേസുകളിൽ തെളിവായിട്ട് വരുന്ന ഫോറൻസിക് റിപ്പോർട്ടുകളും മറ്റു പരിശോധനകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്, അവ നശിപ്പിക്കപ്പെടുമോ എന്നൊക്കെയാണ് പരിശോധിക്കുക. അത് പരിശോധിച്ചിട്ടാണ് സെഷൻസ് കോടതി ഈ ജാമ്യാപേക്ഷ നിരസിച്ചത്. പ്രൈമാ ഫേസി കേസ് ഉണ്ട് എന്നും ഇതിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും സൈബർ ബുള്ളിങ്ങും അതുപോലെ അതിജീവിതയ്ക്കടക്കം വലിയ ആക്രമണം നേരിടേണ്ടി വന്ന സമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഹൈക്കോടതിയും പരിഗണിക്കുക. ബെയിൽ ഈസ് ദ റൈറ്റ് എന്നൊക്കെ പറഞ്ഞാലും ഓരോ കേസിന്റെയും ഗ്രാവിറ്റി നോക്കി ഓരോ കേസിലെയും അലിഗേഷൻസ് നോക്കിയിട്ടാണ് തീരുമാനമെടുക്കുക.
ഏതെങ്കിലും ഒരു കേസിൽ ജാമ്യം കൊടുത്ത അതേ മാനദണ്ഡം മറ്റൊരു ക്രിമിനൽ കേസിൽ ബാധകമല്ല. ഓരോ കേസിലും ജഡ്ജിയുടെ മുന്നിൽ വരുന്ന ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് മെറിറ്റ് നോക്കിയിട്ടാണ് തീരുമാനമെടുക്കുക. ആ മെറിറ്റാണ് സെഷൻ ജഡ്ജി നോക്കിയത്. അത് പരിശോധിച്ച് കഴിഞ്ഞ് വിശദമായി പരിശോധിച്ച് ഇരു കൂട്ടരുടെയും വാദം കേട്ടതിന് ശേഷം ഒരു തരത്തിലും ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പ്രതിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് കണ്ടിട്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചത്. അത് ചലഞ്ച് ചെയ്ത് ഒരു പ്രതി ഹൈക്കോടതി വരുമ്പോൾ ഹൈക്കോടതിയും അത് വിശദമായിട്ട് തന്നെ പരിശോധിക്കും. അതുപോലെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളും സുപ്രീം കോടതി വിധികളൊക്കെ പരിശോധിക്കും. അപ്പൊ എന്റെ ഒരു അനുഭവജ്ഞാനോ ഈ നിയമരംഗത്ത് 10-20 വർഷം പ്രവർത്തിച്ച അഭിഭാഷകൻ എന്ന രൂപത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഗൗരവമായിട്ടുള്ള അലിഗേഷൻസ് അതുപോലെ തുടരെ വരുന്ന ഒരു സാഹചര്യം എല്ലാം കോടതി പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ അരുൺകുമാർ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ എന്തുകൊണ്ട് പോലീസിന് പിടികൂടാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ ആദ്യം തന്നെ പറഞ്ഞത് അദ്ദേഹം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് ആണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് എന്നാണോ താങ്കൾ ആരോപിക്കുന്നത്? ഇങ്ങനെ വേണം തന്നെ മനസ്സിലാക്കാൻ. ഇതുവരെ നിയമത്തിന്റെ മുന്നിൽ കീഴടങ്ങണം എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവും അദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നില്ല. ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരമാവധി നിയമത്തിൽ നിന്ന് ഒളിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തും. അദ്ദേഹം എങ്ങനെ നടത്തിയാലും ഇപ്പൊ മൊബൈൽ ഫോൺ ഇടയ്ക്ക് സ്വിച്ച് ഓൺ ആകുമ്പോഴൊക്കെ മൊബൈൽ ഫോൺ കേരളത്തിൽ തന്നെയായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം നല്ല തന്ത്രശാലിയായിട്ടുള്ള പ്രതിയാണ്. വലിയ ഗുണ്ടാ സംഘത്തിന്റെ പിന്തുണയും അതുപോലെ സൈബർ ബുള്ളിംഗ് നടത്തുന്ന സോഷ്യൽ മീഡിയ വെട്ടുകളികളുടെ പിന്തുണയും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഏതറ്റം വരെ നിയമത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം അദ്ദേഹം നടത്തും. പക്ഷെ കേരള പോലീസിന്റെ ഒരു കരുത്തും സംവിധാനമൊക്കെ നമുക്കറിയാമല്ലോ. കുറച്ച് ദിവസം ഡിലേ ആയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി അദ്ദേഹത്തെ പോലീസ് പൊക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം മറ്റ് ഇതിന്റെ ഒപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത കേസും വളരെ ഗൗരവമുള്ള കേസാണ്. ആ കേസിൽ ഈ ഓർഡർ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുള്ള ഇടക്കാല ഉത്തരവ് അതിനെ ബാധിക്കില്ല. വളരെ ശ്രീ കെ എസ് അരുൺകുമാർ